ഇസ്മായിലേക്ക് അങ്ങനെയൊക്കെ പറയാം. ഏതായാലും ആ വീട് പൊളിക്കാതെ വിട്ടുകളഞ്ഞ് ശരിയായില്ല. ടീച്ചറെ, അവന്മാർ ഒന്നിനും മടിയില്ലാത്തവരാണ്. കൂട്ടത്തിലൊരുത്തൻ കൊല്ലാൻ വേണ്ടി മാത്രം ചെരി നടക്കുന്നവനാ. ഇറങ്ങുക, കൊല്ലുക, കൊല്ലുക, കേറുക. കാര്യം എന്നെ കണ്ടപ്പോ അവനൊന്ന് കിടുങ്ങി. എന്നോട് കളിച്ചാ രക്ഷപ്പെടില്ല. നീ എന്താ ചിരിച്ചു കളഞ്ഞത്? ആര് രക്ഷപ്പെടില്ല? ഞാൻ രക്ഷപ്പെടില്ല. അല്ല, ഞാൻ എങ്ങനെ രക്ഷപ്പെടും? നീ ഒന്ന് ആലോചിച്ച് നോക്കേ. എടാ, ഇടിവാൾ സംഘം ഒന്ന് എഴുതി കാണിച്ചാൽ മതി, കേരള പോലീസ് വാലും പൊക്കി ഓടും. ഈ ഞാൻ ഓടിയതല്ലേ? ഞാൻ ഉണ്ടായിരുന്നോണ്ട് രക്ഷപ്പെട്ടു. തർക്കിച്ച് നിന്നിരുന്നെങ്കിലേ നീയൊക്കെ ഇടിവാൾ സംഘം ആരാണെന്ന് അറിഞ്ഞേനെ. ഒന്ന് മാറിയിക്കടാ. തല്ലിപ്പൊളി ജബ്ബാർ, തലക്കിടി മുസ്തഫ, തല്ലുകൊള്ളി ഹൈദ്രോസ്, ഇവരൊക്കെ ആരാണെന്ന വിചാരം? ഒരു ജർമ്മൻ മാറിയിക്കടാ തട്ടി. ഒരു ജർമ്മൻ കപ്പൽ കഴിഞ്ഞ ആഴ്ച മട്ടാഞ്ചേരി വാർഫിൽ വന്ന് ക്യാപ്റ്റൻ ചായ കുടിക്കാനായി 1.5 മണിക്കൂർ പോയി തിരിച്ചു വന്ന് വണ്ടി എടുത്തപ്പോഴേ നങ്കൂരം കാണാനില്ല. നിന്റെ അപ്പനല്ലേ എടുത്തത്? പോടാ. ഇനി ഇവന്മാരുടെ ഒരു നേതാവുണ്ട്, ചന്ദ്രു. പഞ്ചപാവാണ്. ഒരു തടിമില്ലും ബിസിനസ്സും ചെറിയ ആനയൊക്കെ ഇട്ട് കഴിഞ്ഞുകൂടെയാണ്. കയ്യിലൊരു ചെറിയ സാധനം എപ്പോഴും ഉണ്ടാവും, ഒരു തോക്ക്. ലൈസൻസ് ഉണ്ട്. അതുകൊണ്ട് ആരാദ്യം കൊന്നറിയോ? സ്വന്തം തന്തേനെ തന്നെ. ഇന്നേ വരെ പോലീസ് അവന്റെ രോമത്തിൽ തൊട്ടിട്ടില്ല. കറക്കി കുത്തിയാ കിട്ടുന്ന എല്ലാ മന്ത്രിമാരും അവന്റെ പോക്കറ്റിലാ. അവനുമായിട്ടാണ് ഈ അടുത്ത കാലത്ത് നിന്റെ ചേട്ടന്റെ കൂട്ടുകെട്ട്. ആര്? സുരേഷ് ചേട്ടനോ? സുരേഷ് എനിക്ക് വിശ്വസിക്കാലോ. എന്താ അങ്ങനെ ചോദിച്ചത്? പാർട്ടി എതിർത്താ പോലും ഞാൻ ചന്ദ്രുവിന്റെ കൂടെ നിൽക്കൂ. ചന്ദ്രുവിന്റെ കൂടെ നിന്നിട്ട് കളം മാറ്റി ചവിട്ടിയൊക്കെ ചന്ദ്രു തീർത്തിട്ടുണ്ട്. നമുക്ക് 2 കൂട്ടർക്കും ഗുണം വേണം ചന്ദ്രു. ചന്ദ്രുവിനെതിരെ എന്റെ പാർട്ടി നിൽക്കില്ലാന്ന് ഞാൻ ഉറപ്പു തരാം. എന്നാ നമുക്ക് പോകാം. ഗുഡ് നൈറ്റ്. ഓക്കെ, സീ യു. ദേ സുരേഷ് വന്നു. ഇവനെ ഞാനൊന്ന് ഗുണദോഷിച്ചു നോക്കട്ടെ. വേണ്ട വേണ്ട ഇസ്മായിലെ, ഈ ഒച്ചയും ബഹളവും കേട്ടു മടുത്തു. ഒന്ന് ചുമ്മാതിരിക്കാൻ ടീച്ചറെ. ഇവന് ഞാനേ പറ്റൂ. ഇവനെ ഞാൻ നേരെയാക്കി കാണിച്ചു തരാം. കണ്ടോ? ഒന്നുമില്ല. ദേ തള്ളേ, നിന്ന് കഥ പറയാതെ കഴിക്കാൻ വല്ല എടുത്ത് വെക്ക്. പാവം, അവന് വിശക്കുന്നുണ്ടാവൂടാ. ഞാനിവിടെ നിന്നാലേ അവൻ വല്ലതൊക്കെ പറയടാപ്പാ. പാടാ. പിന്നെ ഇസ്മായിൽ ഖാൻ, നാളെയും ചേച്ചിയെ കാണാൻ ഒരു കൂട്ടർ വരുന്നുണ്ട്. സെറ്റപ്പേട്ടൻ വഴി തന്നെയാ. ആള് ഗൾഫുകാരനാ. കാണാനൊക്കെ സുന്ദരനാണെന്നാ സെറ്റപ്പേട്ടൻ പറഞ്ഞത്. സെറ്റപ്പ് അങ്ങനെ പലതും പറയും. പലതും വിശ്വസിക്കാൻ പറ്റുമോ? അയാൾക്ക് നാട്ടുകാരുടെ തല്ലുകൊള്ളാൻ അറിയൂ. എന്നെ പോലെയാണോ ഒരു സെറ്റപ്പേട്ടൻ? ബഷീറേ, വിട്, ഞാൻ പോട്ടെ. സെറ്റപ്പേ, ഇറങ്ങ സെറ്റപ്പേ. രാമകൃഷ്ണ, മര്യാദക്ക് പറഞ്ഞു, അതാ നിനക്ക് നല്ലത്. അത് എന്താന്ന് വെച്ചാ കാര്യം പറ സെറ്റപ്പേ. തല്ലാതെ ഞങ്ങൾ നോക്കിക്കോളാം. ഈ നിൽക്കുന്ന നാരായണന്റെ അമ്മയും ബഷീറിന്റെ വാപ്പയെ ഒരുമിച്ചൊരു കട്ടിലിൽ കിടന്നതിന് എന്നെ തല്ലുന്ന എന്തിനാ? അത് ശരി, അങ്ങനത്തെ പ്രശ്നമാണ്. തെമ്മാടിനം പറയരുത്. എന്റെ വാപ്പിയും ഈ നാരായണന്റെ അമ്മയും 2 രാത്രിയും 3 പകലും ഒരു ഒറ്റ കട്ടിലിൽ കിടന്നിട്ട് 12 മണിക്ക് ഒരുമിച്ച് ഡിസ്ചാർജ് ചെയ്യുന്ന ഈ തെണ്ടി സർട്ടിഫിക്കറ്റ് തന്നിരിക്കണേ. വീടില്ലവന്. നിങ്ങൾക്ക് എല്ലാവർക്കും എന്നെ അറിയാമല്ലോ. ഞാനൊരു പരോപകാരിയാ. ആർക്കെങ്കിലും എന്തെങ്കിലും ഉപകാരം ചെയ്യണമെന്നേ എനിക്ക് ആഗ്രഹമുള്ളൂ. തന്റെ ഉപകാരവും സെറ്റപ്പും സർക്കാർ ഉദ്യോഗസ്ഥന്മാർ കളിച്ചാലുണ്ടല്ലോ. സെറ്റപ്പേ, കാര്യം എന്താന്ന് വെച്ച് തെളിച്ചു പറ. ഈ നിൽക്കുന്ന നാരായണനും ബഷീറിനും പ്രോവിഡന്റ് ഫണ്ടിൽ നിന്ന് ചികിത്സയ്ക്ക് ലോൺ കിട്ടാൻ ഡോക്ടർ സർട്ടിഫിക്കറ്റ് വേണം. കാര്യം അറിഞ്ഞപ്പോ ഈ സെറ്റപ്പ് രാമകൃഷ്ണൻ അത് സെറ്റപ്പ് ചെയ്യാവുന്ന ഏറ്റു. ജനറൽ ഹോസ്പിറ്റലിലെ ഡോക്ടർ എം ജോൺ MBBS FRCSന്റെ കാല് പിടിച്ചാൽ ഞാൻ സർട്ടിഫിക്കറ്റ് മേടിച്ചു കൊടുത്തത്. നിങ്ങൾ ഒന്ന് ആലോചിച്ച് നോക്കി. ആശുപത്രി കിടക്കാത്തവർക്ക് കിടത്തി ചികിത്സിച്ചു എന്നും പറഞ്ഞാൽ ഞാൻ സർട്ടിഫിക്കറ്റ് മേടിച്ചു കൊടുത്ത്. ആ സർട്ടിഫിക്കറ്റ് ഇത് രണ്ടും ഇത് നിങ്ങളൊന്ന് വായിച്ചു നോക്കണം. ഇതെന്റെ വാപ്പാന്റെ സർട്ടിഫിക്കറ്റ്, ഇത് ഇയാളുടെ അമ്മയുടെ സർട്ടിഫിക്കറ്റ്. 16-ാം വാർഡിൽ 9-ാം നമ്പർ ബെഡിൽ 5-ാം തീയതി മുതൽ 7-ാം തീയതി വരെ 2 രാത്രിയും 3 പകലും ഒരേ സമയം അഡ്മിറ്റ്, ഒരേ സമയം ഡിസ്ചാർജ്. കൊല്ലണോവനെ. സർട്ടിഫിക്കറ്റ് 2 നോക്കിയിട്ടേ സൂപ്പറിന്റെ വരെ നാണിച്ച് ചോദിക്കുക. ഈ ബന്ധം നിങ്ങളാരും അറിഞ്ഞില്ലേ? അയ്യോ, ഞാനും ഇപ്പോഴറിയുന്ന അവർ തമ്മിൽ അങ്ങനെ ഒരു സെറ്റപ്പ് ഉണ്ടോ? ദയവേത് ഞാൻ പറയുന്ന ഒന്ന് കേൾക്കൂ. 5 മണിക്ക് മുമ്പ് ഈ ഡേറ്റ് തിരുത്തി ഈ സെറ്റപ്പ് രാമകൃഷ്ണൻ സെറ്റപ്പ് ആക്കി തരും. അല്ലെങ്കിലേ താൻ വിവരം ഒരുത്തനെ ബ്യൂട്ടി പാർലർ ഇരുത്തി വെച്ച് വന്നിരിക്കുക. അവന്റെ കാര്യം സെറ്റപ്പ് ആക്കി വെച്ച് ഞാൻ നേരെ പോകുന്നത് ആശുപത്രിയിലേക്കാ. അല്ലെങ്കിലേ താൻ സ്ഥിരമായിട്ട് ആശുപത്രിയിലാവും. മോനെ കുട്ടു, പട്ടിക്ക് വെച്ച ബിസ്ക്കറ്റ് ഡാഡി എടുത്ത് കഴിക്കാതെ നോക്കണേ. ശരി, മമ്മി ഉടനെ വന്നേക്കാം. ചേച്ചി, ഔട്ട് ഗോയിങ് ഫ്രീ ആണോ? എന്ത് ബ്രേക്കാണോ ഇത്? സുരേഷേ, ഐശ്വര്യോട്ട് വലത് കാലം വെച്ചിറങ്ങ്. ഇത് ഇടത് കാലല്ലേ, വലത് കാലം വെച്ചിറങ്ങ്.
ബ്യൂട്ടി പാർലറിൽ പോയതിന്റെ ഗുണമുണ്ട്. കൊള്ളാം മതി. എനിക്ക് 2 ആഴ്ചത്തെ ലീവേ ഉള്ളൂ. എന്തിന് 2 ആഴ്ച? 2 ദിവസം മതി ഈ സെറ്റപ്പിന്. അച്ഛനും മോനാളിയും മരയിലേക്ക് ഇറക്കാൻ. അച്ഛൻ അമ്മ അളിയൻ്റെ അളി എല്ലാരും നടരാജ വണ്ടി കൊണ്ടുവയ്ക്കോ. ഞാൻ നിന്നെ കാണിക്കുന്ന 10ാമത്തെ പെണ്ണായ ഇതും സെറ്റപ്പ് ആയില്ലെങ്കിൽ ഈ രാമകൃഷ്ണ ബുദ്ധിമുട്ടിയില്ല. ഞാൻ എന്റെ വീടിനേക്കാൾ കൂടുതൽ സ്നേഹിക്കുന്ന വീടാണിത്. അന്തസ്സായിട്ട് പെരുമാറണം. അതെനിക്കറിയാം, ഞാൻ ഗൾഫിലല്ലേ. പിന്നെ 25 സെന്റ് സ്ഥലവും വീടും ഉണ്ട്. ഇത് നീ വേണമെന്ന് ചുറ്റിയിടന്ന് കണ്ടോ? ഞാൻ അകത്ത് പോയെന്ന് സെറ്റപ്പ് ആക്കട്ടെ. ചേട്ടാ 2 ആഴ്ചത്തെ ലീവ് ഉള്ള എനിക്ക്. എന്തിന് 2 ആഴ്ച? 2 ദിവസം മതി. വാടാ, ഞാൻ ചുറ്റി നടന്നൊന്ന് കാണട്ടെ. ചെല്ല് ഉറങ്ങ. ടീച്ചറെ അവര് വന്നോ? 10 മണി മുതൽ കാത്തിരിക്കുക. ചെക്കൻ അച്ഛന അമ്മാവൻ അളിയന്മാരെല്ലാരും വരുത്തിയിട്ടുണ്ട്. ടീച്ചർ കണ്ടോ? ഞാൻ സെറ്റപ്പ് ആക്കും. സുരേഷ് എവിടെ? ഏട്ടൻ മുറിയിലുണ്ട്. ടീച്ചറെ, സുരേഷ് ഏറി വേണ്ടാത്ത രീതിയിലൊക്കെ സംസാരിച്ച സെറ്റപ്പ് പൊളിയും. ഞാൻ അവനോട് പറയാം, ഒന്ന് നന്നായിട്ടൊക്കെ പെരുമാറാൻ. ഞാൻ അങ്ങോട്ട് ചെല്ലട്ടെ. അമ്മയോട് ഞാൻ പറഞ്ഞിട്ടില്ലല്ലേ ചിട്ടിക്കാശ് കിട്ടിയിട്ട് മതി പെണ്ണ് കാണുന്നതൊക്കെ. കല്യാണം ഉറപ്പിച്ച് ഡേറ്റ് എത്തി. ചിട്ടിക്കാശ് കിട്ടിയില്ലെങ്കിൽ എന്ത് ചെയ്യും? സെറ്റപ്പ് തരുമോ? എനിക്കങ്ങനെ നാണം കിടപ്പയ്യ. സുരേഷ് ഏട്ടാ, എല്ലാം ശരിയാവുന്നേ. ആദ്യം പെണ്ണുകാണൽ നടക്കട്ടെ, പിന്നെ ചിട്ടിക്കാശ്. അത് അമ്മാവൻ ഏറ്റിട്ടുണ്ടല്ലോ. അമ്മാവൻ അയാൾക്ക് നിനക്കൊന്നും പ്രശ്നമില്ലല്ലോ. ചേട്ടാ ഒന്ന് പതുക്കെ, അവര് കേൾക്കും. ഞാനേ 10 പേരറിയുന്ന താലൂക്ക് ലെവലിലുള്ള രാഷ്ട്രീയ നേതാവാ. പെങ്ങളുടെ കല്യാണം കാശില്ലാതെ മുടങ്ങെന്ന് പറഞ്ഞാലേ നശിക്കുന്നത് എന്റെ പ്രതിച്ഛായ. അറിയോ നിനക്ക്? കാശ് കിട്ടിയിട്ട് ആലോചിക്കാന്ന് വെച്ചാ അവളുടെ പ്രായം പോവല്ലേ മോനെ. ഒരു കാര്യം ഉറച്ചു കിട്ടിയ അമ്മാവിന് ഒരു ചൂടുണ്ടാവും. ചിട്ടിക്കാശ് എത്രയും വേഗം കിട്ടുകയും ചെയ്യും. എല്ലാരും കൂടെ നടത്തിക്കോ, ഞാൻ ഒഴിവാ. എന്നെ ഒന്ന് ഒറ്റയ്ക്ക് വിട്ടേക്കോ. സെറ്റപ്പ് അകത്തോട്ട് കാണുന്നില്ലല്ലോ. അയാളെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല, നമ്മള് വന്നത് ലേറ്റ് ആയിട്ടാണല്ലോ. അതെ. വാഷിംഗ് മെഷീൻ. ഞാൻ പറഞ്ഞിട്ടുണ്ട് എന്നെ വാഷിംഗ് മെഷീൻ വിളിക്കരുതെന്ന്. ഞാൻ ഇവിടുത്തെ ജോലിക്കാരി അല്ല, ടീച്ചറുടെ അനിയത്തി പോലെയാ. അയ്യോ, പോലെയല്ല, അനിയത്തി തന്നെ. പിന്നെ ഈ സെറ്റപ്പ് ചെയ്തിട്ട് ഒരു കാര്യം പറഞ്ഞ അനുസരിക്കും. മുട്ടായി മേടിച്ചെന്നാ അനുസരിക്കാം. 10 കാൽവറീസ്. അത് മതിയാവും. ഇന്നത്തേക്ക് അത് മതിയാവും. ശരി, വാങ്ങിത്തരാം. അതെ, അനിതയെ കാണാൻ കുറച്ചുപേര് വന്നിട്ടുണ്ട്. സ്വല്പം നേരത്തേക്ക് നീ അങ്ങോട്ട് വരരുതേ. ഈ ചേട്ടൻ വാക്ക് പറഞ്ഞ പാലിക്കേ ഇല്ല. എനിക്ക് സിൽക്കിന്റെ ചുരിദാർ വാങ്ങി തരാന്നോട്ട് വാങ്ങി തന്നാ അത് വാങ്ങി തരാന്ന് കയ്യിലടി സത്യം ചെയ്ത് ഞാൻ അനുസരിക്കാം. കയ്യിലടി 10 കാഡ്ബറീസും സിൽക്ക് ചുരിദാറും വാങ്ങിത്തരാം. പിന്നെ ഈ സാരിയും കൂടെ കഴി കഴിഞ്ഞാലേ ഞാൻ അകത്തോട്ട് വരാം. എന്നിട്ട് നല്ലൊരു പാട്ട് പാടിത്തരാം. ചതിക്കരുത്. നീ അന്ന് പാട്ട് പാടിയിട്ട് അനിതയെ കാണാൻ വന്ന പാർട്ടികൾ ഉടക്കിപ്പോയത്. പറഞ്ഞനുസരിക്കുന്ന പോലല്ലേ വരരുത്. അവിടേക്ക് വരരുതെന്ന് പറഞ്ഞ വരരുത്, മനസ്സിലായോ? എനിക്ക് സിൽക്കിന്റെ ചുരിദാറും 10 കാൽവറീസ് വാങ്ങി തരുമോ? വാങ്ങിത്തരാം, വരരുത്. അതാരാ? പോടാ. ബിസിനസ് കാര്യങ്ങളൊക്കെ അച്ഛൻ മരിച്ച ശേഷം ഞാനാ ഏറ്റെടുത്ത് ചെയ്യുന്നത്. പെൺകുട്ടി ഇയാളുടെ മൂത്തോ ഇളയതോ? 1 വയസ്സിന് മൂത്തതാ. സുരേഷ് എനിക്ക് ഒറ്റ മോനാ. എനിക്ക് 2 ആഴ്ചത്തെ ലീവ് ഉള്ളു. അതിനുമ്പ് നടത്തിയിട്ട്. ഇതാരാ? ഞാൻ ബ്രദറാ. ഞാൻ ഗൾഫിലാ. അറിയാം. സെറ്റപ്പേട്ട ഇങ്ങ് വന്നാളിയാ. ഈ പോയി വന്നപ്പെണ്ടായില്ലല്ലോ. പെണ്ണിനെ എനിക്ക് ഇഷ്ടപ്പെട്ടു. അതെങ്ങനെ കണ്ടു? അതൊക്കെ ഞാൻ കണ്ടു. ചേട്ടാ, എനിക്ക് 2 ആഴ്ചത്തെ ലീവ് ഉള്ളു. അച്ഛനോട് പറഞ്ഞാൽ മനസ്സിലാവൂല. വേഗം നടത്തി തരണം. സെറ്റപ്പേട്ടാ, എനിക്ക് 2 ആഴ്ചത്തെ ലീവ് ഉള്ളു. എന്തിന് 2 ആഴ്ച? 2 ദിവസം പോരെ ഈ സെറ്റപ്പിന്. നീ അകത്ത് പോയി സെറ്റപ്പ് ആക്കി. അളിയനല്ലേ? അതെ. മാരീഡാണോ? അല്ല. ഒരെണ്ണം സെറ്റപ്പ് ആക്കട്ടെ. ഞാനൊന്ന് ആലോചിക്കട്ടെ. എന്നാലോചിക്കടേ. അങ്ങനെയാണെങ്കിൽ ഇനി മുന്നോട്ട് സംസാരിക്കാതിരിക്കുന്നതാ നല്ലത്. ചെക്കനെ 6 വർഷമായിട്ട് ഗൾഫിലാ. നല്ല ശമ്പളം. എനിക്ക് ഒറ്റ മകൻ. കിട്ടൂലേ? ടീച്ചർ പറയ്. ഈ ഇരിക്കുന്ന ഉരുപ്പടിയും കിട്ടുമല്ലയോ? ഇവിടെയും സ്ത്രീധനത്തിന്റെ കാര്യം ചോദിച്ചു അല്ലേ? ചോദിച്ചു. അപ്പൊ ഇതും ഗോവിന്ദ. ഈ പറഞ്ഞത് എന്താണെന്ന് ഞാൻ കേട്ടില്ല, ഒന്നുകൂടെ പറയാമോ? 2 ലക്ഷം രൂപ 100 പവന്റെ സ്വർണവും. ഇന്നത്തെ കാലത്ത് ഒരു എമൗണ്ട് ഒന്നല്ലല്ലോ. സ്ത്രീധനത്തിന്റെ കാര്യം ഇവരാരും പറഞ്ഞിരുന്നില്ല. അവരെന്തിനാ പറയണ്? ഈ ഇരിക്കുന്ന ഉരുപ്പടിയുടെ ഉടമസ്ഥൻ ഞാനല്ലേ പറയണ്ടേ? സമയമായപ്പോ ഞാനിതാ പറഞ്ഞിരിക്കുന്നു. ചേച്ചി, അവർക്ക് ചായ വേണ്ടത്. നീ എങ്ങോട്ടാടാ ഈ നോക്കുന്നേ? നിങ്ങളൊരു റിട്ടയർഡ് ടീച്ചറാ. എന്നിട്ട് ഇന്നത്തെ കാലത്ത് ഒരു പെൺകുട്ടിയെ കെട്ടിച്ചേക്കണേ കാശ് എണ്ണേണ്ടി വരുന്ന അറിയില്ല. വായി നോക്കാതെ എണീച്ചു വാളാ. ടീച്ചറെ, വിഷമിക്കണ്ട. ഇതല്ലെങ്കിൽ മറ്റൊന്ന് രാമകൃഷ്ണൻ സെറ്റപ്പ് ആക്കി തരും. ഇനി ഒരു പെണ്ണിനെ കൂടി കാണാണ്ട്. ആ 3-4 വണ്ടി കൊണ്ടുവരാണ്ട് അയാളെ കാണാനില്ല. വണ്ടി വന്നല്ലോ അല്ലേ?
ആരാ സുരേഷ്? ഞാനാ സുരേഷ്. നിങ്ങളുടെ കാര്യം പറഞ്ഞ് നാവ് വായിലേക്ക് ഇട്ടോളൂ. ഇല്ല അച്ഛാ? നമുക്ക് പെണ്ണാണാൻ പോവാ. പിന്നെന്താ, പെണ്ണും കള്ളും ഒക്കെ വണ്ടിയിലുണ്ട്. അച്ഛ കള്ളുണ്ടെന്ന്. ഈ കാറ് AC ആണാ DC ആണാ? AC/DC. ആണാ? അവൻ ഭാഗ്യവാനാ. അയ്യോ, അതെ. ഞാനപ്പഴേ പറഞ്ഞ സുരേഷ് ഞാനല്ല. സുരേഷ് മുഖത്തിന് എന്ത് പറ്റി? എന്താ പ്രശ്നം പറ.